യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അഫ്രേം ദ്വിതീയൻ പത്രിയാർക്കീസ് ബാവ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 8-ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന ബാവയെ മെത്രോപൊലീത്തമാരും സഭാ ഭാരവാഹികളും ചേർന്ന് സ്വീകരിക്കും. രാഷ്ട്രീയ നേതാക്കളും സ്വീകരിക്കാനായി എത്തിയിട്ടുണ്ട്. ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 40ാം ചരമദിന ശുശ്രൂഷയിൽ പങ്കെടുക്കാനാണ് പാത്രിയാർക്കീസ് ബാവ എത്തുന്നത്. സഭാതർക്കം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് പാത്രിയാർക്കീസ് ബാവയുടെ സന്ദർശനമെന്നത് ശ്രദ്ധേയമാണ്. വിവരങ്ങളുമായി ലെബി സജീന്ദ്രൻ ചേരുന്നു. ലെബി, വെരി ഗുഡ് മോർണിംഗ്. പാത്രിയാർക്കീസ് ബാവയുടെ സന്ദർശനം പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് തുടർച്ചയായി വിമർശനവും ഒരു പരിധിവരെ കോടതിയലക്ഷ്യത്തിനുള്ള ഒരു നിരീക്ഷണവും ഒക്കെ നേരിടുന്ന ഘട്ടത്തിലാണ് വരവ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ലെബി. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. സഭാ തർക്കം ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് പാത്രിയാർക്കീസ് ബാവയുടെ കടന്നുവരവ് എന്നത് ശ്രദ്ധേയമാണ്. എങ്കിലും ഓർക്കേണ്ടതുണ്ട് ഡോക്ടർ അരുൺ, ഇക്കാര്യത്തിൽ കാലാകാലങ്ങളായി നിൽക്കുന്നതാണ് സഭാ തർക്കം, കോടതി കേസ്, ഇതെല്ലാം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കടന്നുവരവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യമായ അഭിപ്രായ പ്രകടനമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അതുമാത്രമല്ല, ഇതിനു മുമ്പും ഇത്തരത്തിൽ സഭാ തർക്കം രൂക്ഷമാകുന്നതിനിടയിലും ഇതിനു മുൻപുള്ള പാത്രിയാർക്കീസ് ബാവമാരും ഇവിടെ സന്ദർശനം നടത്തുമ്പോൾ അത് കേരളത്തിലുള്ള തീരുമാനത്തിന് ഒപ്പം നിൽക്കുക എന്നുള്ളൊരു സമീപനം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് നമ്മൾക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനാവില്ല. എങ്കിലും ഓർക്കേണ്ടതുണ്ട്, ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 40ാം ചരമദിന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനാണ് അദ്ദേഹം വരുന്നത് എങ്കിൽ പോലും ഇപ്പോൾ മറ്റൊരു കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. അതായത് കാതോലിക്ക ശ്രേഷ്ഠ ബാവയുടെ പിൻഗാമിയെ നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു വിൽപത്രം അന്ന് അദ്ദേഹത്തിൻ്റെ കബറടക്കത്തിന് തൊട്ട് മുമ്പ് വായിക്കുകയുണ്ടായി. ആ ശ്രേഷ്ഠ ബാവയുടെ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ പിൻഗാമിയായി ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയെ നിയോഗിക്കണം എന്നാണ്. ആ ഒരു ആഗ്രഹ പ്രകടനം അവിടെ നിൽക്കുമ്പോഴും അതിന് ചർച്ച ചെയ്ത് അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിൻ്റെ ആവശ്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഞായറാഴ്ച സുന്നഹദോസ് നടക്കുന്നുണ്ട്. സുന്നഹദോസിൽ പാത്രിയാർക്കീസ് ബാവ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനം. അതിൽ ഈ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. ഈ പറയുന്ന സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷം തിങ്കളാഴ്ചയാണ് ധൂപ പ്രാർത്ഥന കബറിടത്തിൽ, ശേഷബാവയുടെ കബറിടത്തിൽ നടക്കുക. അതിനുശേഷം മഞ്ഞനിക്കരയിലേക്ക് പോകും. മഞ്ഞനിക്കര ഡോക്ടർ അരുൺ അറിയാമായിരിക്കും. മഞ്ഞനിക്കരയിൽ 1932 ഒരു പാത്രിയാർക്കീസ് ബാവ അന്ന് തുർക്കി കലാപത്തെ തുടർന്ന് മഞ്ഞനിക്കരയിൽ വന്ന് ദയറയിൽ വന്ന് താമസിക്കുകയും അവിടെ വെച്ച് കാലം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കബറിടം അവിടെയാണ്. അതുകൊണ്ട് തന്നെ ബാക്കി ദിവസങ്ങളിൽ മഞ്ഞനിക്കരയിലെത്തി അവിടെ ധ്യാനം ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് പാത്രിയാർക്കീസ് ബാവ പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോകും. 10 ദിവസത്തിന് ശേഷം മടങ്ങിപ്പോവുകയും ചെയ്യും. മറ്റൊരു കാര്യം ലേബി, ഇന്നിപ്പോ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. വത്തിക്കാനിലാണ് ചടങ്ങുകൾ. രാത്രി 8 മണിക്കാണ് ചടങ്ങുകളൊക്കെ നടക്കുക. കേരളത്തിൽ നിന്ന് വലിയൊരു പ്രതിനിധി സംഘം തന്നെ റോമിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈദികനിൽ നിന്ന് നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി നമ്മുടെ ഈ മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ആ അർത്ഥത്തിൽ ഒരു വലിയ ചടങ്ങാണല്ലേ ഇന്നിപ്പോൾ റോമിൽ നടക്കാൻ പോകുന്നത് വൈകുന്നേരം? തീർച്ചയായും ഡോക്ടർ അരുൺ, വലിയ ചടങ്ങ് തന്നെയാണ്. അതിന് കേരളത്തിലുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ ആ ചടങ്ങിന് പങ്കാളിയാവും. അവിടെ നടക്കുന്ന ചടങ്ങിന് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അതിന് ഇപ്പോൾ ടി വിയിലൂടെയൊക്കെ തത്സമയ ദൃശ്യങ്ങൾ സാധ്യമാകുന്ന സാഹചര്യത്തിൽ വളരെ പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷം തന്നെയായിരിക്കും. എപ്പോഴും ഇത്തരം വാഴിക്കൽ ചടങ്ങുകൾ നടക്കുമ്പോൾ അത് കേരളത്തിലെ കത്തോലിക്ക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആദരവ് ഉള്ളൊരു നിമിഷമാണ്. വളരെ ഭക്തിപൂർവ്വം തന്നെയാണ് ആ നിമിഷം ഒക്കെ സ്വീകരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കർദിനാൾ പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുമ്പോൾ അത് കത്തോലിക്ക സമൂഹത്തിന് വലിയൊരു അംഗീകാരവും ആദരവുമാണ്. അതുകൊണ്ട് തന്നെ ആ ചടങ്ങും വലിയ ആകാംക്ഷയോടെ, വലിയ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി തന്നെയാണ് കേരളത്തിലെ കത്തോലിക്ക സമൂഹം ആ ചടങ്ങിനായി കാത്തിരിക്കുന്നത്. ഡോക്ടർ അരുൺ. താങ്ക് യു ലെബി. ലെബി സജീന്ദ്രനാണ് നമുക്കൊപ്പം ചേർന്നത്. പാത്രിയാർക്കീസ് ബാവ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വാർത്ത. യാക്കോബ സഭയുടെ അധ്യക്ഷനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് നമ്മുടെ ജോർജ് കൂവക്കാട് കർദിനാളാകുന്നു എന്നുള്ളതാണ്. നേരിട്ട് വൈദിക പദവിയിൽ നിന്ന് കർദിനാൾ പദവിയിലേക്ക് എത്തുന്ന വാർത്ത.